ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പ് ടെക് കമ്പനീസിലൊക്കെ ഇന്റർവ്യൂസിന് പോകുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് പെർ ഡേ ഹാൻഡിൽ ചെയ്യേണ്ട വരുന്ന ആ ഒരു ഡാറ്റേന്റെ എമൗണ്ട് ആണ്. അതായത് അവർക്ക് ബില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും, അതുപോലെ ബില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും പെർ ഡേ നടക്കുന്നത്. സപ്പോസ് അവരുടെ എക്സിസ്റ്റിംഗ് സർവീസസിലേക്ക് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുവാണെന്ന് വിചാരിച്ചോ, ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വരൂല്ലേ. അതിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ സൊല്യൂഷൻസ് എല്ലാം മേ ബി സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഡാറ്റയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ ഡാറ്റ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്നുള്ള പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾവേസ് ലെസ് ടൈം കോംപ്ലക്സിറ്റി ഉള്ള അൽഗോരിതംസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബിഗ് ഒ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്താണ് ബിഗ് ഒ നൊട്ടേഷൻ, ടൈം സ്പേസ് കോംപ്ലക്സിറ്റി, ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം.